ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവരെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവരെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നിന്റെ ദയമായ കർത്താവ്, നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഈശോയുടെ സന്നിധിയിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കാം, ഈശോയെ. ശക്തിയോടെ വിളിക്കാം, ഈശോയെ. ഞങ്ങൾ അനുഗ്രഹിക്കാനായി വന്നിരിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ കാണുവാൻ വന്നിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ അഭിഷേകം ചെയ്യാൻ വന്നിരിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങ് ആരാധിച്ച് ദൈവ കുഞ്ഞാടാകുന്ന ഈശോ തമ്പുരാനെ ഞങ്ങൾ ആരാധിച്ച് ഞങ്ങളിതാ മഹത്വപ്പെടുത്തുന്നു. ചേർന്ന് പാടി. ഉദ്ധിതനായവനേ ഈശോയെ, യേശുനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനെ പാപമോചകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടി. ഉദ്ധിതനായവനേ യേശുനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനെ പാപമോചകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ 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 ആമേൻ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാ 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 ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയെ. ആരാധിക്കുന്നു ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും യേശുനാമത്തിൽ ശക്തിയാൽ ബന്ധിച്ച് ശാസിച്ച് മോചിക്കുന്നു. Almighty Lord Jesus, anointing Holy Spirit, യേശുനാമത്തിന്റെ ശക്തി അത്ഭുതങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ആരാധന ആരാധന. നമ്മെ തന്നെ സമർപ്പിച്ച് ആരാധന 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 ആരാധന. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ആരാധന 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 ആരാധന. ജീവിത പങ്കാളി മക്കളെ സമർപ്പിച്ച് ഓ സ്നേഹമേ, ഈശോയെ. ഓ സ്നേഹമേ, ഓ സ്നേഹമേ ആരാധന. നമ്മുടെ രോഗപീഠകളെ തകർച്ചകളെ സമർപ്പിച്ച് സ്നേഹമേ, ഈശോയെ. ഓ സ്നേഹമേ, ഓ സ്നേഹമേ ആരാധന. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഓ ജീവനേ, ഓ ജീവനേ, ഓ ജീവനേ ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യെശയ്യാ 40:31 അഭിഷേകം നിറയട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തുടരുകയുമില്ല. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എത്രയോ മക്കളാണ് കർത്താവേ മാധ്യമത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട്
ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ക്ഷീണിതരായി ജീവിതത്തിന്റെ ദുഃഖഭാരത്താൽ തകർന്നു കിടക്കുന്നത്, ഹൃദയത്തിൽ തകർന്ന് തരിപ്പിടമായി ജീവിതം തകർന്ന ഓരോ മക്കളോട് ഈശോ പറയുന്നു, മകനെ മകളെ, നീ എന്തിനാ നിരാശപ്പെടുന്നേ? നിന്റെ കൂടെ ഞാനില്ലേ. നീ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. നിന്റെ കൂടെ ഞാനില്ലേ. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. അവിടുത്തെ വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഓരോ മക്കളെ അലട്ടുന്ന എല്ലാ ദുഃഖങ്ങളും ജീവിതത്തിന്റെ ഭാരങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിന്റെ പ്രയത്നം കർത്താവിൽ ഭരമേൽപ്പിക്കുക. കർത്താവ് നിന്നെ താങ്ങും, കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. ഈശോയെ നമുക്ക് നോക്കാൻ പറയുമ്പോഴവരെ കരങ്ങൾ കൂപ്പി പിടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ലാളിക്കുന്ന നിത്യനന്മയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നേ ദിവസം നമ്മൾ ദൈവവചനത്തെക്കുറിച്ചാണ് ധ്യാന ചിന്തയിലൂടെ നമ്മൾ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 6-9 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അതിപ്രകാരമാണ്, ഫലം ചൂടുന്ന അത്തിവൃക്ഷമാകണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വളരണം. ചുവട് കിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളാണ്. സഹനങ്ങളിലൂടെയും ദൈവവചന അഭിഷേകത്തിലൂടെയും നമ്മൾ ഫലങ്ങൾ ചൂടുന്ന വ്യക്തികളായിത്തീരുന്നു. ജെറമിയായുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം അതിപ്രകാരമാണ്, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ അത് ഞാൻ ഭക്ഷിച്ചു, അങ്ങയുടെ വചനം ഞാൻ ഭക്ഷിച്ചു. ജെറമിയായുടെ പുസ്തകത്തിൽ തന്നെ കാണുന്നു 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം അതിപ്രകാരമാണ്, എൻ്റെ വചനങ്ങൾ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം നമ്മൾ സ്വീകരിച്ച് വചനം നമ്മൾ ഭക്ഷിക്കണം. വചനം സ്വീകരിച്ച് വചനം ഭക്ഷിക്കണം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ഈശോ തന്നെയായിരുന്നു, ആ വചനം നമ്മോട് കൂടെ തന്നെയായിരുന്നു. വചനമാണ് ഈശോ, വചനം മാംസം ധരിച്ചതാണ് ഈശോ. പ്രിയമുള്ള മാതാപിതാക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം എന്ന് പറയുന്നത് വെറും വാക്കുകളുടെ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഒരു കൂട്ടമല്ല, അത് യേശുവാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യേശുവാണ്. വചനം മാംസം ധരിച്ചതാണ് ഈശോ. അരമായിക് ഭാഷയിൽ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തി എന്നാണ് അർത്ഥം. വാക്കിനും വ്യക്തിക്കും തമ്മിൽ വ്യത്യാസമില്ല. വാക്കിനെ മെമ്മോറ എന്ന വാക്കാണ് നമ്മൾ അരമായിക് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ മെമ്മോറ എന്ന വാക്ക് ദൈവത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വാക്ക് എന്ന് വെച്ചാൽ, വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈശോയാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. വാക്ക് ഒരു വ്യക്തിയാണ്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ പ്രകാരം പറയുന്നു, യേശുവിൻ്റെ തിരുഹൃദയം തന്നെയാണ് ഒരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ നാമും ദൈവവചനത്തെ സ്നേഹിക്കണം. ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം അത് ഈശോയാണ്, ഈശോയാകുന്ന വ്യക്തിയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം അതിപ്രകാരമാണ്, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രമായി അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കണം. ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കണം. ഒന്നാമതായി, ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകുന്നു.
യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വചനത്തിനാണ് ജീവൻ നൽകാൻ സാധിക്കുന്നത്. വചനത്തിനാണ് സൗഖ്യം നൽകാൻ സാധിക്കുന്നത്. വചനത്തിനാണ് നമ്മെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നത്. വചനം ഭക്ഷിക്കുമ്പോഴാണ് നമ്മൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ജീവൻ നൽകാൻ വചനത്തിന് സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന ദിവസം പ്രാർത്ഥിക്കാം. ജീവനാകുന്ന വചനമേ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന്, ഫലങ്ങൾ പുറപ്പെടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് സൗഖ്യം നൽകുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, മരുന്നോ ലേപനമോ ഔഷധവുമല്ല, കർത്താവിൻ്റെ വചനമാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നു 107-ാം സങ്കീർത്തനം 20-ാം വാക്യം, അവിടുന്ന് അവരെ വചനമയച്ച് സൗഖ്യമാക്കി. വചനമയച്ച് അവരെ സൗഖ്യമാക്കി. മൂന്നാമതായി കാണുന്നു, കർത്താവിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എവിടെയാണ് കർത്താവിൻ്റെ വചനം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം ശുദ്ധിയുള്ളവരായി. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 119-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചു. നമ്മെ വിശുദ്ധീകരിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് സാധിക്കും. നാലാമതായി, ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്, ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അതിപ്രകാരമാണ്, കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് കർത്താവിൻ്റെ വചനം. ഇരുതല വാള്, വാളിൻ്റെ ഒരു വശം തന്നെ നമുക്കറിയാം മൂർച്ചയുള്ള വശം, അത് ഇരുതല വാള്. 2 വശം മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് കർത്താവിൻ്റെ വചനം. അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും തുളച്ചു കയറുന്നതാണ് കർത്താവിൻ്റെ വചനം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, വചനം കേൾക്കുമ്പോൾ നമുക്കൊരു ആത്മാവിനുള്ള ഒരു അഭിഷേകം ഉണ്ടാകുന്നു. വചനം കേൾക്കുമ്പോൾ നമുക്ക് സൗഖ്യം ഉണ്ടാകുന്നു. കാരണം വചനം ഈശോയാണ്. വചനം പ്രിയമുള്ളവരെ ഈശോയാണ്. ആ ഈശോയാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം, വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മിൽ തീവ്രമായ ആഗ്രഹവും ആത്മാവിന് ഉണർവും ഉണ്ടാകുന്നത്, സൗഖ്യങ്ങൾ സംഭവിക്കുന്നത്. 5-മതായി നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ വചനം നമുക്ക് ഫലം ചൂടാവാൻ നമുക്ക് അവസരമൊരുക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മാവിനെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, വിനയം തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, കർത്താവിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ഫലരഹിതമായി തിരിച്ചു വരില്ല എന്ന് വചനം നമ്മോട് പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല, ഫലം ചൂടാതിരിക്കുകയില്ല. എപ്പോഴെങ്കിലും കർത്താവിൻ്റെ വചനം ഫലം ചൂടി നിൽക്കും. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നോക്കിയേ, ദൈവമായ കർത്താവ് അത് 100 ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷേ എൻ്റെ വചനം കടന്നു പോവുകയില്ല. ദൈവത്തിൻ്റെ വചനം എന്നേക്ക് നിലനിൽക്കും. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 40-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, പുല്ല് കരിയുന്നു, പുഷ്പം മാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. എന്നേക്കും നിലനിൽക്കുന്നത് അത് കർത്താവിൻ്റെ വചനമാണ്, അത് ഈശോയാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, സത്യത്തിൽ ആശ്രയിക്കുന്നവർ യേശുവിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പ്രിയമുള്ളവരെ സത്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിനെ ദുഷ്ടാത്മാക്കളെ പുറത്താക്കുവാൻ സാധിക്കും. യേശു തൻ്റെ വചനത്തിലൂടെ അനേകം തിന്മയുടെ ശക്തികളെ, പൈശാചികമായ പീഡ അനുഭവിക്കുന്നവരെ വചനമയച്ച് അവരെ ദുഷ്ടാരൂപികളെ ഓടിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ അത് ആത്മാവിനെ വലിയ ഉണർവുണ്ടാക്കുന്നു. എഫെസോസ്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആധ്യാത്മികമായ ജീവിതത്തിന് ആയുധങ്ങൾ ധരിക്കാനായി, വചനമാകുന്ന ആയുധങ്ങൾ ധരിക്കാനായി
ദൈവമായ കർത്താവ് നമ്മൾ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് വിജയം നൽകുന്നു. ജോഷയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ വചനം നമുക്ക് വിജയം നൽകുന്നു. നീ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. സെഫാനിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആരാധനയുടെ ഈ വേളയിൽ കർത്താവ് നൽകുന്ന ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. വചനം അത് ഈശോയാണ്. ഈശോയാകുന്ന വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് വിശ്വാസയോഗ്യമാണ്. അത് ഒരിക്കലും നശിക്കുന്നില്ല. ആ വചനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും യാചനാരവത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അവിടുത്തെ വചനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ പഠന മേഖലയിൽ, ഞങ്ങളുടെ ജോലികളിൽ നിറഞ്ഞു നിൽക്കുവാൻ, വചനാഭിഷേകം നിറയുവാൻ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിതാ യാചിക്കുന്നു. വചനമാകുന്ന ഈശോയെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, തകർച്ചയിലേക്ക്, ജീവിത തകർച്ചയിലേക്ക്, ആത്മാവിന്റെ അഭിഷേകമായി, ഉണർവായി, കൊടുങ്കാറ്റായി, അഗ്നിനാവായി ആത്മാവിനെ അയച്ച്, വചനമയച്ച് സൗഖ്യപ്പെടുത്തണമേ. മുറിവുകൾ ഉണക്കണമേ, വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കി ആത്മാവിന്റെ അഭിഷേകത്തിനായി, വചന അഭിഷേകത്തിനായി, ഒരു പുത്തൻ പെന്തക്കോസ്ത് അനുഭവത്തിനായി 2 കരങ്ങൾ ഉയർത്തി ഈശോയെ, അവിടുത്തെ തിരുഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ മാറ്റണമേ, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം മക്കളെ. ഈശോയെ, ഹല്ലേലൂയ. അഗ്നി പോലുള്ള ദൈവത്തിൻ വചനം ഈശോയെ ആത്മാവിൽ ശുദ്ധി വരുത്തുന്നു. അഗ്നി പോലുള്ള ദൈവത്തിൻ വചനം ആത്മാവിൽ ശുദ്ധി വരുത്തുന്നു. കൂടമാകുന്ന ദൈവത്തിൻ വചനം പാറ പോലുള്ള ഹൃദയമിളക്കുന്നു. കൂടമാകുന്ന ദൈവത്തിൻ വചനം പാറ പോലുള്ള ഹൃദയമിളക്കുന്നു. ബന്ധനമഴിയുന്നു, കെട്ടുകളഴിയുന്നു, അന്ധകാര ശക്തികളകലുന്നു. രോഗം മാറുന്നു, ശാപം നീങ്ങുന്നു, ആത്മാവിൻ തീമഴ പെയ്യുന്നു. ബന്ധനമഴിയുന്നു, കെട്ടുകളഴിയുന്നു, അന്ധകാര ശക്തികളകലുന്നു. രോഗം മാറുന്നു, ദുഃഖം മാറുന്നു, ആത്മാവിൻ തീമഴ പെയ്യുന്നു. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സർവസൃഷ്ട വസ്തുക്കൾക്കും തൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുത്തവനാണ് നമ്മുടെ മധ്യയെ എഴുന്നള്ളിരിക്കുന്ന കർത്താവ്. കർത്താവ് പറയുന്നു, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ ആത്മാവോടും കൂടി എന്നെ ആരാധിക്കുവിൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് യേശുവിനെ ആരാധിക്കാം. യേശുവിൻ്റെ തിരുഹൃദയത്തെ അത് സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. ഈശോയുടെ തിരുഹൃദയം അത് കരുണയുടെ കടലാണ്. യേശുവിൻ്റെ തിരുഹൃദയം ക്ഷമയുടെ ഭണ്ഡാരമാണ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഇന്നേ ദിവസം വചനമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് 100 മേനയും 60 മേനയും 30 മേനയും ഫലങ്ങൾ പുറപ്പെടുവിക്കണമേ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന, ഈ എളിയ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഹൃദയം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണല്ലോ. എൻ്റെ ഹൃദയമാകുന്ന ദേവാലയം ഞാൻ എൻ്റെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഹൃദയമാകുന്ന നമ്മുടെ ദേവാലയം വചനം ഭക്ഷിക്കാതെ തിന്മയ്ക്ക് കൂടുകൂട്ടുന്ന അവസരങ്ങൾക്ക് ഞാൻ ഇടം കൊടുത്തിട്ടുണ്ടോ?
ഈശോയോട് നമുക്ക് ചേർന്ന് മനസ്തപിക്കാം, നമുക്ക് അനുദപിക്കാൻ പറയുമുള്ളവരെ. സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ ഹൃദയം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. നിർമ്മല ഹൃദയർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ഇരുകരങ്ങളും ഹൃദയത്തോടെ നമുക്ക് ചേർത്ത് പിടിക്കാം. എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. ഈശോയെ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. എൻ്റെ അധരം വഴി ചെയ്ത പാപങ്ങൾ, കുറ്റം പറച്ചിൽ, പരദൂഷണം, ഏഷണി പറയുന്ന സ്വഭാവം, കർത്താവേ, എൻ്റെ അധരത്തെ തിരുരക്തം കൊണ്ട് കഴുകണമേ. 1 യോഹന്നാൻ 1:7 കർത്താവായ യേശുവിൻ്റെ തിരുരക്തം എല്ലാ പാപങ്ങളെയും വിശുദ്ധീകരിക്കുന്ന തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. എൻ്റെ അധരത്തെ കഴുകണമേ, എൻ്റെ തലച്ചോറിനെ കഴുകണമേ, എൻ്റെ നാഡി ഞരമ്പുകളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ഭാവനകളെ കഴുകിവിടണമേ എന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും സ്വന്തം ശിരസിൽ വെച്ചുകൊണ്ട് എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല വരെ എൻ്റെ ശരീരത്തെ മുഴുവനായി ഈശോയുടെ ശരീരം പോലെ എൻ്റെ ശരീരത്തെയും മാറ്റണമേ. ഈശോയുടെ പ്രവർത്തികൾ പോലെ എൻ്റെ പ്രവർത്തികൾ മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ചേർന്ന് പാടാം മക്കളെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ഇരുകരങ്ങളും യാചനാരവത്തെ തുറന്നു പിടിക്കാം. അന്ധയാചകന് സൗഖ്യം കൊടുത്തതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ആത്മീയ അന്ധകാരം എടുത്തു മാറ്റട്ടെ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കാത്ത വിധം ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള മക്കളെ, ഈശോയിലേക്ക് തിരിയാം. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് മുട്ടുകൾ കുത്തി ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.